നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തന്നിരിക്കുന്ന സംഖ്യ ലഘൂകരിക്കുക. അല്ലേ, തന്നിരിക്കുന്ന ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അത് നമുക്ക് ലഘൂകരിച്ച് ഉത്തരം കണ്ടെത്തുക. ഇവിടെ ഈ 5ൻ്റെ സ്ക്വയറും ഈ 5ൻ്റെ സ്ക്വയറും എനിക്ക് കട്ട് ചെയ്തൂടെ? ഇവിടെ എത്രയുള്ള 5ൻ്റെ പവർ 1 ഉണ്ട്, ഇവിടെ 5ൻ്റെ പവർ 4 അല്ലേ. അപ്പോൾ 5ൻ്റെ പവർ 4 നിന്ന് 1ഉം ഇവിടുത്തെ 5ഉം കട്ട് ചെയ്തൂടെ? അപ്പോൾ ബാക്കി എത്രയുള്ളത്? എത്ര എനിക്കുള്ളത്? 5ൻ്റെ പവർ 3 അല്ലേ. 5ൻ്റെ പവർ 3 എന്ന് പറയുന്നത് എത്രയാണ്? 125. ഒരിക്കൽ കൂടി, ഈ 5ൻ്റെ സ്ക്വയറും ഈ 5ൻ്റെ സ്ക്വയറും ഞാൻ കട്ട് ചെയ്തു. ഇവിടെ ഒരു 5 ഉണ്ട്, ഇവിടെ 5ൻ്റെ പവർ 4ആണുള്ളത്. അപ്പോൾ ആ 4ൽ നിന്ന് 1 ഞാനിവിടെ കട്ട് ചെയ്തു. ബാക്കിയുള്ള എത്രയാണ്? 5ൻ്റെ പവർ 3 ആണ്. അപ്പം ഉത്തരം എത്രയാണ്? 5ൻ്റെ പവർ 3 എന്ന് പറയുന്നത് എത്രയാണ്? 125 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കണം, നമുക്ക് ആദ്യം ഈ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ. ബ്രേക്കറ്റ്, ഈ കാണുന്ന ബ്രേക്കറ്റാണ് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യേണ്ടത്. ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യാറ്? ബ്രേക്കറ്റിൽ ഏതാണോ പവർ ഉള്ളത് ആ സംഖ്യയുടെ പവർ കൊണ്ട് നമ്മൾ ഗുണിക്കും അല്ലേ. അങ്ങനെയല്ല ചെയ്യാറ്. നമുക്ക് ആദ്യം മാറ്റേണ്ട എന്താണ്? ഈ ബ്രേക്കറ്റ് ഒന്ന് ഒഴിവാക്കണം. ബ്രേക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറ്? ബ്രേക്കറ്റിനുള്ളൊരു പവർ ഉണ്ടല്ലോ, ആ പവറും ഈ സംഖ്യയ്ക്കുള്ളൊരു പവർ ഉണ്ടല്ലോ, അവ തമ്മിൽ ഗുണിക്കും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്യുന്നു. 5ൻ്റെ പവർ 2 ഇവിടെ ഉണ്ടല്ലേ. ഈ ബ്രേക്കറ്റ് എനിക്ക് ഒഴിവാക്കണമെങ്കിൽ എന്താണ്? ഈ 2 കൊണ്ട് ഈ പവറിലെ 2 ആയിട്ട് ഗുണിക്കണം അല്ലേ. ഇത്രയും ഓക്കെ ആണല്ലോ. വീണ്ടും അടുത്ത ഓപ്പറേഷൻ എന്താണ്? ഇവിടെ ഗുണമാണുള്ളത്. ഞാൻ ആ ഗുണം എഴുതി. വീണ്ടും എനിക്ക് ഈ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഇവിടെ 5ൻ്റെ പവർ 1 ആണ്, ഞാൻ അതുപോലെ എഴുതി. പിന്നെ എന്ത് ചെയ്യണം? എനിക്ക് ഈ ബ്രേക്കറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പവർ കൊണ്ട് ഈ പവറിനെ ഗുണിക്കണം അല്ലേ. ഞാനപ്പോൾ 2 എഴുതി. ഹോൾ ഡിവൈഡ് ബൈ. അപ്പോൾ മുകളിലെ പാർട്ട് ഓക്കെ ആയി. ഇനി താഴത്തെ പാർട്ടിലോട്ട് വരുന്നു. ഇവിടെ എന്താണ്? ഈ ബ്രേക്കറ്റ് എനിക്ക് ഒഴിവാക്കണം. ഇപ്പോൾ ഇവിടെ എത്രയുള്ളത്? 5ൻ്റെ സ്ക്വയർ ആണുള്ളത്. ഞാൻ 5ൻ്റെ സ്ക്വയർ അതുപോലെ എഴുതി അല്ലേ. ഇത് ഒഴിവാക്കാൻ വേണ്ടി ഈ ബ്രേക്കിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. ഞാൻ 5ൻ്റെ പവറിനെ കൊണ്ട് ഗുണിച്ചു. പിന്നെ ഇവിടെയും ഓപ്പറേഷൻ എന്താണ്? ഗുണമാണ്. ഞാനിവിടെ എഴുതി. ഇവിടെ എത്രയാണ്? 5ൻ്റെ പവർ 1 ആണല്ലേ. ഞാൻ 5ൻ്റെ പവർ 1 എഴുതി. ഗുണം എത്രയാണ്? 1 ആണ്. ഇത്ര ഓക്കെ ആണല്ലോ. അപ്പോൾ ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്ത് അത് കഴിഞ്ഞ് എന്താണ്? ഇവ തമ്മിൽ ഗുണിക്കണം. ഇവ തമ്മിൽ ഗുണിച്ച് എഴുതണം അല്ലേ. അങ്ങനെയല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ 5 എഴുതി. 5ൻ്റെ റൈസ് എത്രയാണ്? 2 ഗുണം 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. ഗുണം ഇവിടെ എന്താണ്? 1 ഗുണം 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 5ൻ്റെ പവർ 2 എന്ന് കിട്ടി. ഹോൾ ഡിവൈഡ് ബൈ. ഇവിടെ എത്ര? 2 ഗുണം 1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. അപ്പോൾ 5ൻ്റെ സ്ക്വയർ ഞാൻ എഴുതി. ഗുണം ഇവിടെ എന്താണ്? 1 ഗുണം 1 എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്, 5. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 5ൻ്റെ സ്ക്വയർ ഈ 5ൻ്റെ സ്ക്വയർ എനിക്ക് കട്ട് ചെയ്യാമല്ലോ, കുഴപ്പമില്ലല്ലോ. ഇവിടെ ഒരു 5ഉം ഇതിൽ ഈ പവറിൽ ഒരു 5ഉം ക്യാൻസൽ ചെയ്യാമല്ലോ, എനിക്ക് തെറ്റൊന്നുമില്ലല്ലോ. അപ്പം ബാക്കി എത്ര ആയിട്ടോ? 5ൻ്റെ പവർ 3. 5ൻ്റെ പവർ 3 നമുക്ക് ഇങ്ങനെ എഴുതാം, 5 ഗുണം 5 അല്ലേ. അപ്പോൾ ഇത് എത്ര ആയിട്ടോ ഗുണിക്കുമ്പോൾ? 5 ഗുണം 5 എന്ന് പറഞ്ഞാൽ 25. 25 ഗുണം 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ ആണോ? നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഈ ബ്രേക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം. ബ്രേക്കറ്റ് ഓപ്പൺ ചെയ്യാൻ എന്ത് ചെയ്യണം? ബ്രേക്കറ്റിന് ഒരു പവർ ഉണ്ടാവും അല്ലേ. ആ പവറും ഈ സംഖ്യയുടെ പവർ തമ്മിൽ എന്താണ്? ഗുണിക്കും അല്ലേ. അത് നമ്മൾ ആദ്യം സ്റ്റെപ്പ് ചെയ്തു. രണ്ടാമതെന്താണ്? എത്രയാണോ ഗുണിച്ച് കിട്ടുന്നത് അത് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്തു. ബാക്കി എത്ര കിട്ടി നമുക്ക്? 5ൻ്റെ ക്യൂബ് എന്ന് കിട്ടി. 5ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 125 ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2.5 ഗുണം 2.5 എത്ര എന്നാണ് നമുക്ക് ചോദ്യം അല്ലേ. ഞാനിത് ചെയ്ത് നോക്കാണ്ട് എങ്ങനെ നമുക്ക് ഉത്തരം കണ്ടെത്താം? ഇവിടെ നോക്കണം, 2.5 ഗുണം 2.5 അല്ലേ. എന്നോട് ഇങ്ങനെയാണ് ചോദ്യമെങ്കിൽ 2 ഗുണം 2 എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് പറയും 4 ആണെന്ന് അല്ലേ. സംശയമുണ്ടോ? ഇല്ല. 2 ഗുണം 2 എത്രയെന്ന് ചോദിച്ചാൽ എനിക്കറിയാം ഉത്തരം 4 ആണെന്ന്. അപ്പോൾ 0.5 അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞത് 3 അല്ലേ. ഈ 2 പോയിന്റ് കഴിഞ്ഞാൽ അടുത്ത പൂർണ്ണസംഖ്യ 3 അല്ലേ. അപ്പോൾ 3 ഗുണം 3 എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം 9 ആണെന്ന് അല്ലേ. ഇത് നമുക്ക് അറിയാവുന്നതാണല്ലേ. പോയിന്റ് വരുന്നുണ്ടല്ലോ, ഒരു കൺഫ്യൂഷൻ അല്ലേ ഇപ്പോൾ ഉള്ളൂ. അതായത് 2.5 ഗുണം 2.5 ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. 2 ഗുണം 2 എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം 4 ആണെന്ന്. 3 ഗുണം 3 എത്രയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം 9 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം ഇതിന് രണ്ടിനും ഇടയിലായിരിക്കില്ലേ? 4നും 9നും ഇടയിലായിരിക്കില്ലേ ഉത്തരം? ഡൗട്ടുണ്ടോ? അതായത് നമുക്ക് കിട്ടുന്ന ഉത്തരം 4നും 9നും ഇടയിലായിരിക്കും എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തൂടെ? 10.5 വരോ 9നേക്കാളും കൂടുതലാണ്. 2.5 വരോ 4നേക്കാളും കുറവാണ്. 1.5 വരോ 4നേക്കാളും കുറവാണ്. അപ്പോൾ ഒറ്റ ഓപ്ഷൻ ബാക്കിയുള്ളൂ. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി ഇതിനേക്കാളും ഒരു സിമ്പിളായിട്ടൊരു മെത്തേഡ് പറയട്ടെ. നമുക്ക് 2.5 ഗുണം 2.5 ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഈ പോയിന്റ് മാറ്റി എനിക്ക് 25 എഴുതി കൂടെ? ഗുണം ഇവിടെ ഞാൻ പോയിന്റ് മാറ്റി 25 എഴുതി.
അങ്ങനെ 25 ഗുണം 25 എന്ന് പറയുന്നത് എനിക്ക് 25ൻ്റെ സ്ക്വയർ അല്ലേ? 25ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 625 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഓപ്ഷനിൽ എവിടെയെങ്കിലും ഒരു 625 സംഖ്യ വരണ്ടേ? അല്ലേ? പോയിന്റ് അവിടെ ഇരുന്നോട്ടെ, പോയിന്റ് ഇടണം. എന്നിരുന്നാലും നമുക്കെന്താണ് 625 എന്നുള്ള സംഖ്യ വരേണ്ട ഓപ്ഷനിൽ ഒറ്റ ഓപ്ഷനിലുള്ളൂ സി ഓപ്ഷൻ. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നോർമൽ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് നോർമൽ രീതിയിൽ കണ്ടെത്തുന്നത് 2.5 ഗുണം 2.5 ആണ് അല്ലേ? നമ്മൾ ഈ പോയിന്റ് ഇല്ല എന്ന് സങ്കല്പിക്കും ആദ്യം അല്ലേ? ആദ്യ സ്റ്റെപ്പ് നമ്മൾ പോയിന്റ് ഇല്ല എന്ന് സങ്കല്പിച്ചിട്ട് നോർമൽ രീതിയിൽ ഗുണിക്കും. അങ്ങനെയല്ല ചെയ്യാറ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ അങ്ങനെയല്ല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് 5 ഗുണം 5 എന്ന് പറഞ്ഞാൽ 25ആണ്. 5 ഞാൻ ഇവിടെ എഴുതി, 2 സിസ്റ്റം ഇട്ടു. 5 ഗുണം 2 എന്ന് പറഞ്ഞത് 10ആണ്. 10 പ്ലസ് 2 എത്രയാണ്? 12ആണ്. ഞാൻ എഴുതി. 2 ഗുണം 5 എന്ന് പറഞ്ഞത് 10ആണ്. 0 1 സിസ്റ്റം ഞാൻ ഇവിടെ എഴുതി. 2 ഗുണം 2 4ആണ്. 1 5ആണ് ഞാൻ ഇവിടെ എഴുതി. ബാക്കി എന്താ? ഇത് രണ്ട് നമ്മൾ കൂട്ടും അല്ലേ? ഇവ തമ്മിൽ കൂട്ടുക ചെയ്യാറ്. അങ്ങനെയല്ല നമ്മൾ ഗുണിച്ചുകൊണ്ടിരുന്നത്. 5 ഞാൻ ഇവിടെ താഴെ ഇറക്കി എഴുതി. ഇവിടെ 2 പ്ലസ് 0 എന്ന് പറഞ്ഞാൽ 2, 5 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ എനിക്ക് 625 കിട്ടി. അടുത്തെന്താ ചെയ്യാറ്? ഞാനിവിടെ ചോദ്യം നോക്കുന്നു. അതായത് ഇവിടെ ഒരു സ്ഥാനം മാറിയാണ് പോയിന്റ് ഉള്ളത്. ആദ്യത്തെ ഇതിൽ നമുക്ക് ഗുണിക്കാൻ തന്ന ആദ്യത്തെ സംഖ്യയിൽ ഒരു പോയിന്റ് മാറിയാണ് നമുക്ക് സ്ഥാനമുള്ളത് അല്ലേ? രണ്ടാമത്തെ സംഖ്യയിൽ ഒരു പോയിന്റ് മാറിയാണ് നമുക്ക് പോയിന്റ് ഉള്ളത്. അപ്പം രണ്ടും കൂടെ കൂട്ടുമ്പോൾ എനിക്ക് 2 സ്ഥാനം മാറിയാണ് പോയിന്റ് ഇട്ടിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇടത്തോട്ട് വരുന്നു, 2 സ്ഥാനം മാറുന്നു, ഒരു പോയിന്റ് ഇടുന്നു. അപ്പോൾ എൻ്റെ ഉത്തരം എത്ര കേട്ടോ? 6.25. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇങ്ങനെയാണ് നോർമൽ രീതിയിൽ കണ്ടെത്തേണ്ടത് അല്ലേ? ഞാനിവിടെ എഴുതിയത് നിങ്ങളിവിടെ എഴുതണം തന്നെ ഇല്ല. ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്കൊരു മനസ്സിൽ നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. 2.5 ഗുണം 2.5 ആണ്. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഒരു 4-നെക്കാളും കൂടുതലായിരിക്കും ഉത്തരം എന്ന് മനസ്സിലാവും. 4-നെക്കാളും കൂടുതൽ മനസ്സിലാവുമ്പോൾ തന്നെ നമുക്ക് ഇത് രണ്ടും അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. പിന്നെ ഓപ്ഷൻ എയും സിയും ആണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നോക്കിയാൽ 3 ഗുണം 3 പറയുമ്പോൾ 9ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും എന്നും കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് സി ഓപ്ഷൻ കിട്ടും. ഓക്കെ ആണോ? ഇനി പോയിന്റിൻ്റെ സ്ഥാനം ഞാൻ ഒന്നുകൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ഞാൻ ഓപ്ഷൻ 6.25 എന്ന് എടുക്കുകയാണ്. പിന്നെ 1.5 കൂടെ എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്താ സ്റ്റെപ്പ്? ഇത് രണ്ട് തമ്മിലാണ് ഗുണിക്കാനുള്ള നമ്മുടെ ചോദ്യമെങ്കിൽ നമ്മുടെ ചോദ്യം എന്താണ്? 6.25 ഗുണം 1.25 ആണ് നമുക്ക് ഗുണിക്കാൻ തന്നതെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്? പോയിന്റ് മാറ്റി 625 15 കൊണ്ടും ഗുണിക്കും അല്ലേ? 5 ഗുണം 5 എത്രയാണ്? 25. 2 സിസ്റ്റം വന്നു. 5 ഗുണം 2 എത്രയാണ്? 10. 10 പ്ലസ് 2 എത്രയാണ്? 12. 1 സിസ്റ്റം വന്നു. 5 ഗുണം 6 എത്രയാണ്? 30 അല്ലേ? 30 1 31 ഞാനിവിടെ എഴുതി. പിന്നെ 1 കൊണ്ട് ഗുണിക്കാനാണല്ലോ. എനിക്ക് അതേ സംഖ്യ എനിക്കിവിടെ ഒരു സ്ഥാനം മാറി എഴുതിയാൽ മതിയല്ലോ. തെറ്റൊന്നുമല്ലല്ലോ. അതായത് 1 ഗുണം 5 5ആണ്. 1 ഗുണം 2 2 ആണ്. 1 ഗുണം 6 6ആണ്. അപ്പോൾ 625 അങ്ങനെ എഴുതി. 5 ഇറക്കി എഴുതി. 5 2 എന്ന് പറയുന്നത് 7ആണ്. 2 1 എന്ന് പറയുന്നത് 3ആണ്. 6 3 9ആണ് അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? നമുക്ക് സ്ഥാനം നോക്കി പോയിന്റ് ഇടണം അല്ലേ? ഇവിടെ ആദ്യത്തെ സംഖ്യ നോക്കി ഒരു സ്ഥാനം മാറി പോയിന്റ് ഉണ്ട് ഇടത്തിൽ നിന്ന്. ഇവിടെ അടുത്ത് നിന്ന് ഞാൻ നോക്കുമ്പോൾ എന്താണ്? 2 സ്ഥാനം മാറി പോയിന്റ് ഉണ്ട് അല്ലേ? അപ്പോൾ മൊത്തം എനിക്ക് എത്ര പോയിന്റ് ഉണ്ട്? 3 പോയിന്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ ഉത്തരത്തിൽ എത്രയാണ്? 1 2 3 സ്ഥാനം മാറി പോയിന്റ് ഇടണം. ഉത്തരം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ഉള്ളൂ. ബാക്കി ഈ മൾട്ടിപ്ലിക്കേഷൻ അതായത് ഈ ഓപ്പറേഷൻ ഇവിടെ പ്ലസും മൈനസും വന്നു വരും. അപ്പോൾ അടുത്ത നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ഗുണം നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോയിന്റ് എത്രയാണോ നോക്കി ചെയ്യാം. ഇനി കഴിവതും കൂടുതലും നമുക്ക് ചെയ്യാതെ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3 അധികം 8 ഗുണം 8 ഭാഗം 10 ഗുണം 10 ആണ് അല്ലേ? ഇതെങ്ങനെ ചെയ്യാം? ബോർഡ് മാസ് ഉപയോഗിച്ചാൽ ചെയ്യാറില്ലേ? ബോർഡ് മാസ് എന്താണ്? ഒന്നുമില്ല. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതെന്താണ്? നമ്മൾ ബേസിക് നോളജ് അറിയാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അറിയാമെന്നുണ്ടെന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ സിമ്പിളായിട്ട് 1 മാർക്ക് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇതുകൊണ്ട് തെറ്റിക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു റൂൾസ് ഫോളോ ചെയ്താൽ മതി. നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്നു, എവിടെയെങ്കിലും ബ്രേക്കറ്റ് ഉണ്ടോ നോക്കുന്നു, ഓപ്പൺ ചെയ്യുന്നു. അതാണ് ആദ്യം പറയുന്നത്. ക്വസ്റ്റ്യനിൽ ബ്രേക്കറ്റ് ഉണ്ടോ നോക്കുക, അത് ആദ്യം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. അടുത്ത രണ്ടാമത് എന്താണ്? എവിടെയെങ്കിലും ഭാഗം ഉണ്ടോ നോക്കുക, അതായത് ഡിവിഷൻ എവിടെയെങ്കിലും ഉണ്ടോ നോക്കുക, അത് ചെയ്യുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. അഡീഷനും സബ്ട്രാക്ഷനും വലിയ വ്യത്യാസം വരില്ല, എങ്ങനെ ചെയ്താലും ഒരുപോലെ ആയിരിക്കും. പക്ഷേ ഈ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അത് ഒന്ന് സീരിയസ് ആയിട്ട് നോക്കി തന്നെ ചെയ്യേണ്ടി വരും. കേട്ടല്ലോ? അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ നോക്കുന്നു, ബ്രേക്കറ്റ് ഉണ്ടോ നോക്കുന്നു. ഇവിടെ ബ്രേക്കറ്റ് ഇല്ല. അപ്പോൾ അടുത്ത് നോക്കുമ്പോൾ ഡിവിഷൻ ആണല്ലേ?
അപ്പോൾ ഇവിടെ ഒരു ഡിവിഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് ഡിവിഷൻ ചെയ്യണം, ബാക്കി മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഇതെനിക്കും ഇങ്ങനെ എഴുതി കൂടെ, 3 അധികം 8 ഗുണം 8/10 അല്ലേ, ഗുണം 10. അങ്ങനെയല്ലേ ചോദ്യം. അപ്പോൾ ഈ 10 വെട്ടിപ്പോവില്ലേ, ബാക്കി എത്ര ഉണ്ട്? 3 അധികം 8 ഗുണം 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64. അപ്പോൾ 64 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 67 അല്ലേ. ഓപ്ഷൻ ബി ഉത്തരം കിട്ടി. ഇതിൻ്റെ അല്ല, ഇങ്ങനെ അല്ലാണ്ട് എങ്ങനെ ചെയ്യാം? 3 അധികം 8 ഗുണം, ഇനി ഇവിടെ ഇതല്ല ഡിവിഷനല്ല ആദ്യം നമുക്ക് ചെയ്യേണ്ടത്. 8/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 അല്ലേ. 8/10 എന്ന് പറഞ്ഞാൽ 0.8 അല്ലേ, ഗുണം 10. ഈ 10 കൊണ്ട് ഈ 0.8 ഗുണിക്കുക, ഈ പോയിന്റ് മാറി കിട്ടുമല്ലോ. അപ്പോൾ ഇവിടെ 8 എന്നായല്ലോ. അപ്പോൾ 8 ഗുണം 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 തന്നെയാണ് കിട്ടും. ഓക്കെ, 67. ഓക്കെ, ഇവിടെ തന്നെ നോക്കണം ചോദ്യം. ഇങ്ങനെ എഴുതി നോക്കാതെ ഇവിടെ തന്നെ നമുക്ക് ചെയ്യാം അല്ലേ. ഇവിടെ ഈ ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ 10ഉം ഈ 10ഉം വെട്ടിപ്പോകും നമുക്ക് മനസ്സിലാവും. ബാക്കി ഇവിടെ എന്താണ്? 8 മാത്രമേ ഉള്ളൂ. അപ്പോൾ 8 ഗുണം 8 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 67 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചിലപ്പോൾ ഈ ബ്രേക്കറ്റ് വരുന്ന സമയത്ത് നമുക്ക് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവും, പക്ഷേ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വയ്ക്കുക, ബോർഡ് മാസ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ഇത് മാത്രം നോക്കുക. ഇത് ഇത്രയും ഓർത്തില്ലെങ്കിലും ആദ്യം ബ്രേക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക, പിന്നെ നമുക്ക് ഭാഗം ഉണ്ടെങ്കിൽ ഭാഗിക്കുക, പിന്നെ എന്താണ് ഗുണിക്കുക. ഇത്ര ഒന്ന് ഓർത്ത് വയ്ക്കുക. ഭാഗം കഴിഞ്ഞിട്ടാണ് ഗുണം, ഗുണിച്ചതിന് ശേഷം ഭാഗിക്കാൻ നിൽക്കരുത്. ഓക്കെ ആണല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? 1.6 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? സി ആണ് ഓപ്ഷൻ. അതായത് ശരിക്കും എന്ന് പറയുന്നത് 1.609 ആണ് ശരിയായ ഉത്തരം കേട്ടോ. 1.609 ആണ്, കിലോമീറ്റർ ആണെന്ന് പറഞ്ഞാണ് ഒരു മൈൽ എന്ന് പറയുന്നത്. അതായത് ഈ ബേസിക് യൂണിറ്റ് ഇല്ലേ, ബേസിക് അളവുകൾ, ഞാനൊരു ചാർട്ട് നമ്മൾ ടെലഗ്രാം ചാനലിലേക്ക് കൊണ്ട് പോസ്റ്റ് ചെയ്യാം. ഒരു ചാർട്ട്, അതായത് ബേസിക് അളവിൽ നമ്മൾ മില്ലിഗ്രാമോ അതുപോലെ സെൻറ്റിമീറ്റർ, ടണ്ണ്, ലിറ്റർ, ഇങ്ങനെയൊക്കെ ബേസിക് ഒരുപാട് ചോദിക്കുന്ന കുറേ ചോദ്യങ്ങളുണ്ടല്ലോ. അതിൻ്റെ ഒരു ചാർട്ട് ഞാൻ ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. അതൊന്ന് നോക്കി വെക്കുക. അപ്പോൾ അടുത്ത് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് അതങ്ങ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു റിവിഷൻ ആവും. ഓക്കെ ആണല്ലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 10ന്റെ പവർ 6 ഡിവൈഡ് ബൈ 10ന്റെ പവർ 3 എത്രയാണെന്ന് എഴുതുക. 10ന്റെ പവർ 6, 10ന്റെ ഈ ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിരുന്ന ഇതല്ലേ ക്വസ്റ്റ്യൻ. ഈ 3ഉം ഇവിടുത്തെ 6ൽ 3ഉം പോകില്ലേ. അപ്പം ബാക്കി എത്ര ഉണ്ടാവും? 10, 3, അതായത് 1ഉം 3 0 ഉണ്ടാവും. ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം. ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലേ. ശരിക്കും നമുക്ക് 10ന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 വട്ടം ഗുണിക്കുക അല്ലേ. 10ന്റെ പവർ 3 എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? 10 3 വട്ടം ഗുണിക്കുക. അപ്പോൾ ഇവിടുത്തെ 3ഉം മുകളിൽ 3ഉം വെട്ടിപ്പോവില്ലേ. ബാക്കി എത്ര ഉണ്ടാവുക? 10ന്റെ പവർ 3. ഓക്കെ അല്ലേ. അതാണ് എങ്ങനെയാണ് ചെയ്യുക? അത് 10 ഗുണം 10 ഗുണം 10 ഗുണം 10 ഗുണം 10 ഗുണം 10. ഇതാണല്ലോ 10ന്റെ പവർ എന്ന് പറയുന്നത്. 10 6 വട്ടം എഴുതുന്നതാണല്ലോ 10ന്റെ പവർ എന്ന് പറയുന്നത്. ഓൾ ഡിവൈഡ് ബൈ 10ന്റെ പവർ 3 അല്ലേ. അപ്പം 10 ഗുണം 10 അല്ലേ. അപ്പോൾ ഈ 10ഉം ഈ 10ഉം വെട്ടിപ്പോയി, ഈ 10ഉം ഈ 10ഉം വെട്ടിപ്പോവും, ഈ 10ഉം ഈ 10ഉം വെട്ടിപ്പോയി. ബാക്കി എത്രയുള്ള 10ന്റെ പവർ 3 എന്ന് എഴുതാം, അല്ലെങ്കിൽ 10 ഗുണം 10 ഗുണം 10 എന്ന് പറയുന്നത് എത്രയാണ്? 1000 ആണ് ഉത്തരം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 1 മൈനസ് 1/4 എത്രയാണ്? 1 മൈനസ് 1/4 എത്രയാണ്? ഇത് എത്രയാണ് നമുക്ക് പറയാം. 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/4 എന്ന് പറഞ്ഞാൽ കാലാണ് അല്ലേ. അതായത് ചോദ്യം ഇതാണ്, 1ൽ നിന്ന് 1/4 പോയാൽ എത്രയെന്നാണ്. നമുക്കറിയാം 1ൽ നിന്ന് 1/4 പോയാൽ എത്ര ഉണ്ടാവും? 3/4 ഉണ്ടാവുക അല്ലേ. ഇത് അരയെ സൂചിപ്പിക്കുന്നതാണ് 1/2 എന്ന് പറയുന്നത്. ഇത് 1/4നെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. ഇത് 3/4നെ സൂചിപ്പിക്കുന്നതാണ്. ഇത് 1 അപ്പോൾ 3/4. ഇത് വേറൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. 1ൽ നിന്നും നമുക്കൊരു സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ 1 കിട്ടുമോ? അപ്പോൾ ഓപ്ഷൻ ഡി വരില്ല, നമുക്കറിയില്ലേ. ഇനി ഈ 1ൽ നിന്നും ഈ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ എന്തായാലും കിട്ടില്ലല്ലോ. അപ്പോൾ സിയും വരില്ല. ഓക്കെ ആണോ? ഇനി ഇത് അര എന്ന് അറിയുന്ന ഒരാൾക്ക് നമുക്കറിയാം 1ൽ നിന്നും അര പോയാലേ അര കിട്ടുമെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഓപ്ഷൻ നമുക്ക് ആവശ്യമില്ല. മനസ്സിലായി. ഇത് നോർമലി ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതായത് ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് ചെയ്ത് നോക്കാതെ എങ്ങനെ ഉത്തരത്തിലൂടെ എത്താമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ 1ൽ നിന്ന് നമുക്ക് 1/4 പോയി കഴിഞ്ഞാൽ നമുക്ക് 3/4 അറിയാം. അപ്പോൾ 3/4 ഉപയോഗിക്കുന്ന ഏത് ടൈമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി അല്ലേ. ഇപ്പോൾ അത് മാത്രമല്ല, ഇവിടെ നോക്കിയേ, 1ൽ നിന്നും നമുക്കൊരു സംഖ്യ
നമുക്ക് കുറയ്ക്കണം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും 1 കിട്ടില്ല. അല്ലേ? ആ സംഖ്യ തന്നെ കിട്ടാൻ ചാൻസ് ഇല്ല. നമുക്കറിയാം 1ന്റെ പകുതി നമുക്ക് അരയാണെന്നറിയാം. അപ്പം 1ന്റെ ഭാഗം ഇത് കിട്ടി കഴിഞ്ഞാൽ എന്തായാലും സി ഓപ്ഷൻ വരില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ എ അരയാണെന്ന് നമുക്ക് അറിയുന്നവർക്ക് 1ൽ നിന്ന് അര പോയാലേ അര കിട്ടുള്ളൂ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ എയും വരില്ല. ബാക്കിയുള്ളത് എന്താണ്? ഓപ്ഷൻ ബി. ഇത് മുക്കാലെന്ന് അറിയാത്തവർക്കുള്ള മറുപടിയാണ് ഞാൻ ഈ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തത്. അങ്ങനെ നമുക്ക് ഉത്തരത്തിൽ എത്താം എന്ന രീതിയിലാണ്. ഓക്കെ ആണോ? ഇനി നോർമൽ ഇതിൽ എങ്ങനെയാണ് ചെയ്യാം? 1 മൈനസ് 1/4 അല്ലേ? അതായത് ഒരു ഭിന്നസംഖ്യ രൂപത്തിലും ഒരു പൂർണ്ണസംഖ്യ രൂപത്തിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എന്താണ്? ഭിന്നസംഖ്യ രൂപത്തിൽ കൺസിഡർ ചെയ്യും. അതായത് താഴെ നമ്മൾ 1 ഇട്ട് കൊടുക്കും. 1/1 മൈനസ് 1/4. ഇനി ഇതെങ്ങനെ ചെയ്യാം? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും നമ്മൾ. അതായത് 1 ഗുണം 4 മൈനസ് 1 ഗുണം 1. അതായത് ക്രോസ് ആയിട്ട് ഗുണിച്ചു. ഹോൾ ഡിവൈഡ് ബൈ താഴത്തതും കൂടെ ഗുണിച്ചു. 1 ഗുണം 4. അതായത് ക്രോസ് ആയിട്ട് എടുത്ത് 1 ഗുണം 4 ഞാനിവിടെ എഴുതി. സെൻട്രൽ ഓപ്പറേഷൻ എന്താണ്? മൈനസ് ആണ്. ഞാൻ ആ മൈനസ് ഇവിടെ കൊടുത്തു. 1 ഗുണം 1 എഴുതി. ഡിവൈഡ് ബൈ 1 ഗുണം 4 അല്ലേ? ഇതെങ്ങനെയാണ് എനിക്ക് എഴുതാം? 1 ഗുണം 4 എന്ന് പറഞ്ഞാൽ 4 എന്ന് എഴുതാം. മൈനസ് 1 ഗുണം 1 എന്ന് പറഞ്ഞാൽ 1 എന്ന് എഴുതി. ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ അതുപോലെ എഴുതി. അപ്പോൾ ബാക്കി എത്ര കിട്ടും? 4ൽ നിന്ന് 1 പോയാൽ 3 ഡിവൈഡ് ബൈ 4. 3/4 ഓപ്ഷൻ ബി എന്ന് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 1.75ന്റെ ഭിന്നസംഖ്യ രൂപം എഴുതുക. 1.75ന്റെ ഭിന്നസംഖ്യ രൂപം എഴുതുക. ഇതാണ് ചോദ്യം. ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത് എന്താണ്? a/b. ഇതല്ലേ ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ സിയും ഡിയും കളഞ്ഞിടാം. അത് ഭിന്നസംഖ്യ രൂപം അല്ലാതെ എനിക്കറിയാം. പിന്നെ ഉള്ളത് 7.4 4.7 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ഛേദം ചെറുതാണ് അല്ലേ? ഛേദം ചെറുതാണ്. അപ്പോൾ എന്തായാലും ഇത് 1.1 കൂടുതലായിരിക്കും വാങ്ങിയ. അപ്പോൾ നമുക്ക് ഇത് 1 കൂടുതലായിരിക്കും. ഇവിടെ ഛേദം കുറവാണ്. അപ്പോൾ ഇതെന്തായാലും പോയിന്റിലായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ ഓപ്ഷൻ ബിയും അല്ല. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും ഉത്തരം. ഞാൻ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ചോദിച്ചത് 1.25ന്റെ ഭിന്നസംഖ്യ രൂപമാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 7 വരില്ലെന്നറിയാം. ഭിന്നസംഖ്യ രൂപമല്ല. 4 വരില്ല. ഭിന്നസംഖ്യ രൂപമല്ല. പിന്നെ ഉള്ളത് 7/4 4/7 എന്നാണ് ഓപ്ഷൻ ഉള്ളത് അല്ലേ? അംശം വലുതാണ്, ഛേദം അതിനേക്കാളും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം 1 കൂടുതലായിരിക്കും. അംശം ചെറുതാണ്, ഛേദം വലുതാണ്. അപ്പോൾ ഇത് എന്തായാലും 1 കുറവായിരിക്കും ഉത്തരം. അപ്പോൾ നമുക്ക് 1 അല്ലേ? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഓക്കെ ആണോ? അതായത് നമ്മൾ ഛേദം ഇങ്ങനെയല്ലേ എഴുതാം? a/b എന്നുള്ളതാണ് നമ്മൾ അംശബന്ധം ഭിന്നസംഖ്യ രൂപം വരുന്നത് അല്ലേ? അപ്പം നമ്മുടെ മുകളിലത്തെ ഭാഗത്തിന് നമ്മൾ എന്താ പറയുക? അംശം എന്ന് പറയും. താഴത്തെ ഭാഗം ഛേദം എന്ന് പറയും അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരിക്കലും എപ്പോഴും മനസ്സിലാക്കി വെക്കുക, ഈ ഛേദം ചെറുതാണ്, അംശം വലുതാണ്. 5/4. ഇവിടെ എന്താണ്? ഛേദം ചെറുതല്ലേ? ഏതിനപേക്ഷിച്ച്? അംശത്തിനപേക്ഷിച്ച് ഛേദം ചെറുതല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും 1 കൂടുതലായിരിക്കും വാല്യൂ. 1 കൂടുതലായിരിക്കും വാല്യൂ. ഇനി ഇത് നേരെ തിരിച്ചാണെങ്കിൽ 4/5. ഇവിടെ ഈ അംശത്തിനെക്കാളും വലുതല്ലേ ഛേദം അല്ലേ? അതായത് ഛേദത്തിനേക്കാളും കുറവല്ലേ അംശം? അങ്ങനെ വരുന്ന കേസിൽ 1 കുറവായിരിക്കും വാല്യൂ. ഓക്കെ ആണോ? സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കുക. മുകളിൽ കിടക്കുന്നത് ചെറുതാണെങ്കിൽ 1 കുറവായിരിക്കും. മുകളിൽ കിടക്കുന്ന വലുതാണെങ്കിൽ എന്താണ്? 1 കൂടുതലായിരിക്കും. അപ്പോൾ ഇതിവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക് ഉത്തരം? നോക്കണം. അതായത് പറഞ്ഞു തന്നത് ഈ 1.75ന്റെ ഭിന്നസംഖ്യ രൂപമല്ലേ കണ്ടെത്താനുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ്? ഈ 7ഉം 4ഉം വരില്ലാന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇത് 4/7 എന്ന് പറയുന്നത് അംശത്തിനേക്കാളും വലുതാണ് ഛേദം. അങ്ങനെയാണെങ്കിൽ ഇത് 0. അതായത് 1 കുറവായിരിക്കും ഇതിന് ഉത്തരം. അങ്ങനെയാണെങ്കിൽ ബിയും വരില്ല. അപ്പം ബാക്കി ഓപ്ഷൻ എന്താ ഉള്ളത്? എ ആണ് ഉള്ളത്. 7/4 ആണ് ഉത്തരം, ശരിയായ ഉത്തരം. നമുക്ക് നോർമൽ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാം? നമുക്ക് കണ്ടെത്തേണ്ടത് 1.75ന്റെ ഭിന്നസംഖ്യ രൂപമാണ് കണ്ടെത്തേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എത്ര സ്ഥാനം മാറിയാണ് പോയിന്റ് ഉള്ളത് നോക്കും. ഇപ്പം 2 സ്ഥാനം മാറിയല്ലേ പോവും. അപ്പോൾ 10ന്റെ കൃതി കൊണ്ട് അതിനെ ഭാഗിക്കുക ചെയ്യാറ്. ഇപ്പോൾ 1.5ൽ 2 സ്ഥാനം മാറി
മാറിയാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ നമ്മൾ 10ന്റെ പവർ 2 കൊണ്ട് ഭാഗിക്കും അതിന്. 10ന്റെ പവർ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ആണ്. ഇനി ഒരു പോയിന്റ് ആണ് ഉള്ളതെങ്കിൽ എന്താണ്? 1.5 ആണെങ്കിൽ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 10 കൊണ്ട് 10⁻1 അതായത് 10ന്റെ പവർ 1 കൊണ്ട് അതിനെ ഭാഗിക്കും. ഇനി 3 പോയിന്റ് ഉണ്ടെങ്കിലോ 0.052. ഇതാണെങ്കിൽ എന്താണ്? നമ്മളിപ്പം 3 സ്ഥാനം മാറിയല്ലേ പോയിന്റ് ഉള്ളത്. അപ്പം 10ന്റെ പവർ 3 കൊണ്ട് അതിനെ ഭാഗിക്കും. ഓക്കെ ആണോ? നമുക്കിവിടെ എന്താണ്? 1.75 ആണ്. അപ്പം 2 സ്ഥാനം മാറിയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ 175 ഡിവൈഡ് ബൈ 100 കൊണ്ട് ഭാഗിക്കുന്നു. നമ്മൾ ഭാഗിക്കുമ്പോൾ ആ പോയിന്റും കൂടെ ഒഴിവാക്കുക. ഇനി ഇത് നോർമൽ രീതിയിൽ 25 ഇതിൽ താഴെ 4 വട്ടം പോവും അല്ലേ? മുകളിൽ എത്രയാണ് പോവുക? 7 വട്ടം. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? നോർമൽ രീതിയിൽ നമുക്കിത് ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുറേ അങ്ങ് ഡിലീറ്റ് ചെയ്യുക. നമുക്ക് ബേസിക്കൽ അറിയാവുന്ന കാര്യം ഉപയോഗിച്ചിട്ട് ഇതിലെന്താ ഇപ്പോൾ നമുക്കിവിടെ ബേസിക്കായിട്ട് അറിയേണ്ടത്? നമുക്കറിയാം ഭിന്നസംഖ്യ രൂപം എന്ന് പറയുന്നത് ഈ ഫോർമാറ്റിൽ എഴുതുന്നതാണ്. ഭിന്നസംഖ്യ രൂപം എന്ന് എഴുതുന്നത് a/b എന്ന് എഴുതുന്ന ഫോർമാറ്റാണ്. ഇതിലൊരു നമുക്ക് ബേസിക്കായിട്ട് പറയാം. താഴത്തത് കൂടുതലാണെങ്കിൽ, അംശം ചെറുതാണെങ്കിൽ, അതായത് ഛേദം വലുതാണ്, അംശം ചെറുതാണെങ്കിൽ എന്തായിരിക്കും? അതെപ്പോഴും ഒന്നിനെക്കാളും കുറവായിരിക്കും. നേരെ തിരിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താണ്? മുകളിൽ വലുത് ഛേദം വലുതാണ്, അംശം വലുതാണ്, ഛേദം ചെറുതാണെങ്കിൽ എന്തായിരിക്കും? അത് ഒന്നിനേക്കാളും കൂടുതലായിരിക്കും. ഇത് അറിഞ്ഞിരുന്നത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അല്ലേ? ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 80% ഭിന്നസംഖ്യയ്ക്ക് തുല്യമായത്. അതായത് ഇവിടെയും സി ഓപ്ഷനും ഡി ഓപ്ഷനും ആദ്യം തന്നെ അത് മാറ്റുന്നു. കാരണം അത് ഭിന്നസംഖ്യ രൂപമല്ല അല്ലേ? ഇവിടെ ശ്രദ്ധിക്കുക. നമുക്കിത് ബേസിക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഒരു സർക്കിൾ എന്തോ ആയിക്കോട്ടെ, ഞാനൊരു ഓബ്ജക്റ്റ് ഞാൻ രണ്ടായിട്ട് ഭാഗിച്ചു. ഒരു ഓബ്ജക്റ്റിനെ ഞാൻ രണ്ടായിട്ട് ഭാഗിച്ചു. അപ്പോൾ ഇതിനെ ഞങ്ങൾ ഷെയ്ഡ് എന്ന് വെച്ചു. ഞാനിപ്പോൾ ഒരു ഓബ്ജക്റ്റിനെ രണ്ടായിട്ടാണ് ഭാഗിച്ചത് അല്ലേ? ഇതിനെ ഞാൻ ഷെയ്ഡ് ചെയ്തു. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടായിട്ട് ഭാഗിച്ചല്ലോ, ഒരു ഭാഗമല്ലേ ഞാൻ ഷെയ്ഡ് ചെയ്തുള്ളൂ. ഇതിനെ ഞാൻ 1/2 എന്ന് എഴുതാം. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ 2 ഭാഗമായിട്ട് കഷ്ണമാക്കി. ഈ ഓബ്ജക്റ്റ് എന്തോ ആയിക്കോട്ടെ കേട്ടോ, ഒരു സർക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു ഓബ്ജക്റ്റ് ഞാൻ അതിനെ 2 കൊണ്ട് ഭാഗിച്ചു. അത് ഞാൻ താഴെ എഴുതി. അതിന് എത്ര ഭാഗമാണെന്ന് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം ഈ ഭാഗമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഷെയ്ഡ് ചെയ്ത് 1. ഇനി ഇതേ സംഖ്യ തന്നെ ഇതേ ഓബ്ജക്റ്റ് ഞാൻ 3 ഡിവൈഡ് ചെയ്തു. എനിക്ക് ഈ 2 ഭാഗം എനിക്ക് നിങ്ങളെ കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 2 ഭാഗമാണ്. അങ്ങനെയാണെങ്കിൽ മൊത്തം ഞാൻ എത്ര കഷ്ണങ്ങളാക്കി? 3 അല്ലേ? അത് താഴെ എഴുതി. മുകളിൽ എത്ര എഴുതുക? 2. ഓക്കെ. ഇനി ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഞാനിതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ 1/3 എഴുതും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എന്താ പ്രസക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലാക്കുക, ഞാനിത് 2 ഭാഗമായിട്ടല്ലേ മുറിക്കുന്നത്. അപ്പം 100% എന്ന് പറഞ്ഞത് 2 അല്ലേ? ഇവിടെ ഞാൻ 3 ഭാഗിച്ചു. അപ്പം ടോട്ടൽ ആ ഒരു വസ്തുവിൻ്റെ 100% എന്ന് പറയുന്നത് 3 ആയിരിക്കും അല്ലേ? അപ്പോൾ 100% കുറവാണെങ്കിൽ ഇതിന് മുകളിൽ അതായിരിക്കില്ല ഉത്തരം വരുന്നത്. ഇപ്പം ഞാൻ 3 മാക്സിമം 3 പോയാൽ ഇത് 1. ഇതാണല്ലോ 100% എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ 3/2 എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവാം, 3 കഷ്ണമായിട്ട് ഞാൻ മുറിച്ചു, അതിൽ 2 ഭാഗം. അപ്പം പകുതിയെക്കാളും കൂടുതലായിരിക്കും അത് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 ഭാഗം ഞാൻ മുറിച്ചു, 1/2 എന്ന് പറയുന്നത് പകുതിയാണ്. അപ്പോൾ ഒരു 0.5% എൻ്റെ ഇത് കൺസെപ്റ്റ് മനസ്സിലാക്കിയെടുക്കുക, ഇല്ലെങ്കിൽ അത് വിട്ടേക്കുക. ഓക്കെ ആണോ? ഇപ്പം ഇവിടെ ചോദ്യം, 5 ഭാഗം ഞാൻ മുറിക്കുന്നു, 5 ഭാഗം ഞാൻ ആക്കി, അതിൽ 4 ഭാഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നോക്കാം, 4 ഭാഗം ഞാൻ മുറിച്ചു, അതിൽ 5ാമത്തെ ഭാഗം, 4 ഭാഗമാണ് ഞാൻ മൊത്തം മുറിച്ചിട്ടുള്ളത് അല്ലേ? 5ാമത്തെ ഭാഗമാണ് കാണിക്കുന്നത്. അപ്പം 4/4 എന്ന് പറയുമ്പോൾ ഇവിടെ 100%. അപ്പോൾ മുകളിൽ 5 എന്ന് പറയുമ്പോൾ 100-ൽ കൂടുതലായി. അപ്പോൾ എന്തായാലും ബി ഓപ്ഷൻ വരില്ല, അത് 100% കൂടുതലായി.
ഇവിടെ എ ഓപ്ഷൻ നോക്കുക, 5 കഷ്ണം ഞാൻ എന്തായാലും ആക്കിയിട്ടുണ്ട്. അതിൽ 4ാമത്തെ ഭാഗം, അപ്പോൾ അത് 100-നെക്കാളും കുറച്ച് കുറവായിരിക്കും, 80% ആയിരിക്കും. ഇതൊന്നും വേണ്ട, വിട്ടേക്കുക. ഇത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. ഞാൻ ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു താഴ്ത്തൽ ഇത് വെച്ചിട്ട് ഈ ഭിന്നസംഖ്യ തന്നു കഴിഞ്ഞാൽ എത്ര ശതമാനമാണ് ചെയ്ത് നോക്കാൻ നമുക്ക് കണ്ടെത്താം എന്നൊരു രീതിയാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കും, നമുക്ക് നോർമൽ രീതിയിൽ പോകാം. നമുക്ക് 80% 80% എത്രയെന്നാണ് കണ്ടെത്തുന്നത്. നമുക്കറിയാം, നമുക്ക് സി ഇല്ലാന്ന് ഡി അല്ലെന്ന് അറിയാം. നമ്മൾ ഏതാണോ ഭിന്നസംഖ്യ അതിനെ 100 കൊണ്ട് ഗുണിക്കുക. ഭിന്നസംഖ്യ 100 കൊണ്ട് ഗുണിക്കുക. ഇവിടെ പോകും 20, 80, ഇത്രയേ ഉള്ളൂ. ഓപ്ഷൻ എ എന്ന് കിട്ടി. ഇവിടെ നോക്കാം, 5/4 ഗുണം 100 അല്ലേ. ഇവിടെ 4 കൊണ്ട് 25, ഇവിടെ എത്രയാണ് കിട്ടുക? 125 കിട്ടും. ഇത് നമ്മുടെ 100%-ലും കൂടുതലായിരിക്കും. എന്തായാലും ഇവിടെ എന്താണ് 100% കുറവായിരിക്കും. ഓക്കെ ആണല്ലോ, സിമ്പിളായിട്ട് ഇങ്ങനെ കണ്ടെത്താം. എന്തായാലും ഭിന്നസംഖ്യ രൂപം ഈ ഫോർമാറ്റ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ 3 ഓപ്ഷന് വരെയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. 3 ഓപ്ഷൻ ചിലപ്പോൾ പൂർണ്ണസംഖ്യയാണ് തന്നെയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഓപ്ഷനുള്ളത് മാത്രം. ഓക്കെയാണ്, ഭിന്നസംഖ്യയുടെ കേസാണ് പറയുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുള്ള 50% വിറ്റു. പുള്ളിയുടെ കയ്യിൽ 100 ആപ്പിൾ ഉണ്ടെങ്കിൽ പുള്ളി എന്താണ് 50 വിറ്റു. അതാണ് ഉദ്ദേശിക്കുന്നത്, 50%. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ടോ? നോർമലായിട്ട് പറയുന്നതാണ്, പകുതി കൊണ്ടുപോയ സാധനം പകുതി വിറ്റു, ബാക്കി പകുതി ഉണ്ട് പുള്ളിയുടെ കയ്യിൽ അല്ലേ. ആ പകുതിയാണ് ഇപ്പോൾ 450 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ കയ്യിൽ എത്ര ഉണ്ടാവുക? എത്ര ഉണ്ടാവുക? ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. കയ്യിലുണ്ടായിരുന്നത് 50% പുള്ളിയുടെ കയ്യിൽ വിറ്റു അല്ലേ. അയാളുടെ കയ്യിൽ 400 ആപ്പിൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ 450 എന്ന് പറഞ്ഞാൽ 50% അല്ലേ. ബാക്കി 50% അല്ലേ ഈ 450 എന്ന് പറയുന്നത് അല്ലേ. ആകെ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരിക്കും? ഇപ്പം 450 ഉണ്ട്. ഇത് പറഞ്ഞാൽ 50% അല്ലേ. അപ്പോൾ 100% എന്തായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, 900. സംശയമുണ്ടോ അതിൽ? സംശയമുണ്ടോ? എപ്പോഴും മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്ന പെർസെൻറ്റേജ് അറിയാമെങ്കിൽ അത് മുകളിൽ എഴുതുക. ഇപ്പോൾ 50% നമുക്കറിയാം എന്താണ് 450 ആണെന്ന് അറിയാം, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബാക്കി എത്രയാണോ കണ്ടെത്തത് കൂടെ ഗുണിച്ചാൽ മതി. ഇപ്പോൾ എന്നോട് ചോദിക്കുന്നത് ഒരു സംഖ്യ 10% 25 ആണെങ്കിൽ, അപ്പം എനിക്കറിയാം 10% 25 ആണ്. അപ്പോൾ ഞാൻ 10-ന് മുകളിൽ 25 എഴുതി. മനസ്സിലായി? മനസ്സിലായി. അതായത് എൻ്റെ അടുത്ത് പറയാണ് 20% 10 ആണെങ്കിൽ, അപ്പോൾ എനിക്കറിയാം 20% 10 ആണ്. അപ്പോൾ 20 താഴെ എഴുതി, മുകളിൽ 10 എഴുതി. ഇനി എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ നോക്കാം. 10% 25 ആണെങ്കിൽ അതിൻ്റെ 50% എത്രയാണ് എൻ്റെ ചോദ്യം. ഒന്നുമില്ല, കൂടെ ആ 50 ഇടുക. ഇതിന് ഉത്തരമായിരിക്കും ആ 50% വാല്യൂ. ഇവിടെ 20% 10 ആണെങ്കിൽ 20% 10 ആണെങ്കിൽ ആ സംഖ്യ എത്രയെന്ന് ചോദിച്ചാൽ അത് 100 കൊണ്ട് ഗുണിക്കും. എപ്പോഴും സംഖ്യ സ്വന്തമായിട്ട് 100% ആയിരിക്കും, അത് ഓർത്ത് വെക്കുക. ശതമാനത്തെ നമുക്ക് അല്ലാണ്ട് തന്നെ ക്ലാസ് എടുക്കാം. ശതമാനം ഇത്രയും സിമ്പിളായ ഒരു ചാപ്റ്റർ ഇല്ല. നമുക്ക് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഈ ശരിക്കും മാത്സ് പഠിക്കുമ്പോൾ ശതമാനം പഠിച്ചു തുടങ്ങുക. ശതമാനം പഠിച്ച ഗുണം എന്ന് പറയുന്നത് നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് കവറായി പോകും. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടൊരു ചാപ്റ്റർ വരില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് 1% വാല്യൂ അറിയാമെങ്കിൽ ആ ശതമാനത്തിൻ്റെ മുകളിൽ ആ വാല്യൂ എഴുതുക. ഓക്കെ ആണോ? ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറയുക, ഒരു കച്ചവടക്കാരൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന 50% ആപ്പിൾ വിറ്റു. അപ്പോൾ 50% വിറ്റു, ബാക്കി എത്ര ശതമാനം ഉണ്ടാവും? 50%. ഇനി അയാളുടെ കയ്യിൽ 450 ആപ്പിൾ ഉണ്ടെങ്കിൽ, അതായത് ഈ 450 ആപ്പിൾ എന്താണ് 50%. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ 50% എന്ന് പറയുന്നത് 450 അറിയാം. ഇനിയൊരു ചോദ്യം എന്താണ്, അപ്പോൾ അയാളുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ടായിരുന്നു? അപ്പം 100% നീ കണ്ടെത്തേണ്ടത് അല്ലേ. 100% കണ്ടെത്തുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു 0 വിട്ടുപോയി. 5
10ൽ 2 വട്ടമാണ്. അപ്പോൾ 450 ഇൻറ്റു 2 തവണ 900ആണ്. ഓക്കെ ആണോ? നമുക്ക് ഈ ചാപ്റ്റർ കുറച്ചുകൂടെ നല്ല ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നല്ല ഡീറ്റെയിൽസ് ആയിട്ട് ബേസിക് മുതലങ്ങ് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഒരു വീഡിയോയിൽ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ ബേസിക് മുതലങ്ങ് അറ്റം വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകാം. ബാക്കിയുള്ളതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തങ്ങ് പോകാം. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 200ൻ്റെ 20% എത്രയാണ് എന്നാണ് ചോദ്യം. 200ൻ്റെ 20% എത്രയാണ്? അത് ഏതൊരു സംഖ്യയുടെയും ഒരു സ്ഥാനം മാറ്റിയിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നൊരു വാല്യൂ ഉണ്ടാവുമല്ലോ. ഞാൻ ഒരു സ്ഥാനം മാറ്റി ഒരു പോയിന്റ് ഇട്ടു. അപ്പോൾ ഇത് എത്രയാണ്? ഇപ്പോൾ 100ൻ്റെ ഒരു സ്ഥാനം മാറ്റി ഞാനൊരു പോയിന്റ് ഇട്ടു. ഇത് കിട്ടുന്ന വാല്യൂ ഉണ്ടാവുമല്ലോ, അത് 10% അതിൻ്റെ. ഞാനിപ്പോൾ 100ൻ്റെ 10% കാണാൻ വേണ്ടി ഒരു സ്ഥാനം മാറി ഞാൻ പോയിന്റ് ഇടുന്നു. അപ്പോൾ എത്ര കിട്ടി? എനിക്ക് 10 രൂപ എന്ന് കിട്ടി അല്ലേ? ഇതാണ് അതിൻ്റെ 10%. ഏതിൻ്റെ? 100ൻ്റെ 10%. ഓക്കെ ആണോ? എന്നോട് ചോദിക്കുകയാണ് 250ൻ്റെ 10% എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇടുന്നു. അപ്പോൾ എനിക്ക് എത്ര? 25 കിട്ടുന്നു. ഈ 250ൻ്റെ 10% എന്ന് പറയുന്നത് 25 രൂപയാണ്. ഓക്കെ ആണല്ലോ അല്ലേ? ഇനി 10% എനിക്ക് കിട്ടി. 10% കിട്ടി. എനിക്ക് 20% കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ ഈ 10%-ൽ ഞാൻ 2 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് 20% കിട്ടും. അതായത് 10ൻ്റെ കൂടെ 2 ഗുണിച്ച് കഴിഞ്ഞാൽ എനിക്ക് 20% കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ 25ൻ്റെ കൂടെ എനിക്ക് 2 ഗുണിച്ച് എന്താണ്? എനിക്ക് 20%-ൻ്റെ ഉത്തരം കിട്ടും. അതും ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ചോദ്യം എത്രയാണ്? 200ൻ്റെ 20% എത്രയാണെന്ന് ചോദിക്കാം. അപ്പോൾ 200ൻ്റെ ഒരു സ്ഥാനം മാറ്റി കുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 20 അല്ലേ? ഈ 20 എന്ന് പറയുന്നത് എന്താണ്? 10% എന്ന് എനിക്കറിയാം. അപ്പോൾ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ഉത്തരം അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓക്കെ ആണോ? അതായത് ഏതൊരു സംഖ്യയുടെ നമുക്ക് ഒരു സ്ഥാനം മാറ്റി കിട്ടി പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ 10% കിട്ടും. ഇതിനത് 5% കണ്ടെത്തുന്നത് വിചാരിക്കുക. നമുക്ക് കണ്ടെത്തേണ്ടത് 5%. ഈ 10%-ൻ്റെ പകുതിയല്ലേ ഈ 5% എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 250ൻ്റെ 10% നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ 25 കിട്ടിയില്ലേ? അപ്പോൾ 25ൻ്റെ 12.5 അല്ലേ? ഇതായിരിക്കും ഈ 250ൻ്റെ 5% എന്ന് പറയുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ നോർമൽ രീതിയിൽ കണ്ടെത്തുക. നമുക്ക് 200ൻ്റെ 20% അല്ല കണ്ടെത്തേണ്ടത്. അപ്പോൾ 20 ഡിവൈഡ് ബൈ 10. 100. ഓക്കെ ആണല്ലോ. 200ൻ്റെ 20% കണ്ടുപിടിക്കുന്നത്. നമ്മൾ ശതമാനം മാറ്റുമ്പോൾ ഡിവൈഡ് ബൈ. അപ്പോൾ ഈ 2 പൂജ്യവും ഈ 2 പൂജ്യം കേട്ട് കഴിഞ്ഞാൽ ബാക്കി 20 ഗുണം 2 കിട്ടും. അപ്പോൾ 40. ഓക്കെ ആണല്ലോ. ഏതൊരു സംഖ്യയുടെ ശതമാനം കാണാൻ വേണ്ടിയിട്ട് ശതമാനം മാറ്റി അത് ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഇനി ഞാനിവിടെ പറഞ്ഞ പോലെ 100ൻ്റെ 10% കാണണം അല്ലേ? 10 ഡിവൈഡ് ബൈ 100. അപ്പോൾ ഈ 100 വെട്ടിപ്പോയി 10%, 10 കിട്ടും. ഓക്കെ ആണോ? ഇനി ഞാനിവിടെ പറഞ്ഞ പോലെ 250ൻ്റെ 10% കാണണം. 10 ഡിവൈഡ് ബൈ 100. ഈ പൂജ്യവും ഇവിടുത്തെ ഈ ഒരു പൂജ്യം കിട്ടും. 25 കിട്ടും. ഇനി 250ൻ്റെ 20% കാണണം. 250ൻ്റെ 20% എനിക്ക് കാണുന്നത്. ഡിവൈഡ് ബൈ 100. ഈ പൂജ്യം വെട്ടിപ്പോവും. ഈ പൂജ്യം വെട്ടിപ്പോയി. നമുക്ക് എന്താ? 25 ഗുണം 2 കിട്ടും. 50 കിട്ടും. ഓക്കെ ആണോ? നമുക്കിതിൽ 10 ക്വസ്റ്റ്യൻ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ഇതിൽ നമുക്ക് അടുത്ത 10 ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓക്കെ.